മുറപ്പെണ്ണ് രചനാ സംഭാഷണ മൈഥിലി മിത്ര ഭാഗം 10. നീ എന്താ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് വന്നേ? മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് ക്യൂബിലേക്ക് വരുന്നിരിക്കുന്നവളെ പങ്കു ഒന്ന് അടിമുടി നോക്കി. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു കുഴപ്പമുണ്ട്. മൊത്തത്തിൽ കലിപ്പാണ് പെണ്ണിൻ്റെ ഭാവം. എന്താടി? സിസ്റ്റം ഓൺ ചെയ്തിട്ട് അതിൽ ഫോൾഡറുകൾ ഓപ്പൺ ചെയ്യുന്നവളുടെ കയ്യിലായി അവനൊരു തട്ടി വെച്ചു കൊടുത്തു. ദേ ചക്ക, മിണ്ടാതിരുന്ന് പണി ചെയ്യാൻ നോക്ക്, തരും ഞാൻ. ചീറ്റപ്പുലി ചീറുന്നത് പോലെ ഒന്ന് ചീറിയിട്ട് ചുമ്മാ അവളുടെ പണിയിലേക്ക് തിരിഞ്ഞു. ഇതിപ്പോൾ എന്താ ഇവക്ക് പറ്റിയേ? ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നവള് ഇപ്പോഴെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ചെക്കൻ എത്രയൊക്കെ ആലോചിച്ചിട്ടും അവനൊന്നും പിടികിട്ടിയില്ല. ഇനിയിപ്പോൾ ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ട, ചിലപ്പോൾ കൈമടക്കി ഒന്ന് തന്നാലോ. കലിപ്പിട്ടിരിക്കുന്നവളെ ഒന്ന് പാളി നോക്കിയിട്ട് അവൻ തൻ്റെ സിസ്റ്റത്തിലേക്ക് മുഖം പൊഴുത്തി. മണിക്കൂറുകൾ കുറേയേറെ കടന്നുപോയി. ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കാൻ പോലും കൂട്ടാക്കാതെ ചുമ്മാ അവളുടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പങ്കു എത്ര നിർബന്ധിച്ചിട്ടും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൻ നേരെ സിഇഒയുടെ ക്യാബിനിലേക്ക് ചെന്നു. വിവേകേട്ടനും വിപിനും അനിയും കൂടിയിരുന്നുകൊണ്ട് എന്തൊക്കെയോ തിരക്കിട്ട പണിയിലാണ്. അച്ചുവേട്ടന് ഹോസ്പിറ്റലിൽ എന്താ എമർജൻസി ഉള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ ഇല്ലാതിരിക്കുന്നതെന്ന് പങ്കു ഊഹിച്ചു. എന്താടാ? അവനെ കണ്ടതും വിവേക് പെട്ടെന്ന് ചോദിച്ചു. ചുമ്മു വന്നിട്ടുണ്ടോ ഏട്ടാ? വലിയ കലിപ്പിലാ. അവിടെ കിടന്നൊരു കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ ആശങ്കയോടെ പറഞ്ഞു. ഇന്നവക്ക് ലീവല്ലായിരുന്നോ? എന്തു പറ്റി? വിപിന് സംശയം തോന്നി. ആർക്കറിയാം, കഴിക്കാൻ വിളിച്ചിട്ട് പോലും പെണ്ണ് വരുന്നില്ല. പങ്കുവിൻ്റെ മുഖത്ത് നല്ല സങ്കടം നിഴലിച്ചിരുന്നു. ചിലപ്പോൾ ഇന്നത്തെ ഓഡിറ്റിംഗ് കാരണം അച്ഛൻ വിളിപ്പിച്ചതായിരിക്കും. അതെൻ്റെ ദേഷ്യമായിരിക്കും അവക്ക്. അനിരുദ്ധ് അവൻ്റെ മനസ്സിൽ തോന്നിയ സംശയം വിളിച്ചു പറഞ്ഞു. ഏയ്, ഇതിപ്പോൾ അതാവാനുള്ള ചാൻസ് ഇല്ല. ഇത് വേറെന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നേ. പങ്കു പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു. നീ പൊയ്ക്കോ, ഞാൻ അവളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചോളാം. വിവേക് അവനെ സമാധാനിപ്പിച്ചു. ആ. അവരെയെല്ലാം ഒരു വട്ടം കൂടി നോക്കിയിട്ട് അവൻ മെല്ലെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്താടി പറ്റിയേ? വിവേകിൻ്റെ ആയിരുന്നു ആ ചോദ്യം. ചുമ്മു മറുപടിയൊന്നും തന്നെ കൊടുക്കാതെ കസേരയിൽ വെറുതെ മുഖം കുനിച്ചിരുന്നു. പങ്കു പറഞ്ഞതനുസരിച്ച് അവളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചതായിരുന്നവർ. എന്തേലും ഉണ്ടെ തുറന്നു പറയേ, മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞങ്ങൾ എങ്ങനെ അറിയാനാ? അനിരുദ്ധ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പെണ്ണിനോട് വീണ്ടും ചോദിച്ചു. എന്നിട്ടും ചുമ്മുവിൻ്റെ ഭാഗത്തുനിന്നും ഒരു മറുപടിയും വന്നില്ല. എടി കൊച്ചെ, എന്താണേലും ഞങ്ങളോട് തുറന്നു പറയടാ. നീ ഇങ്ങനെ ഇരുന്ന ഞങ്ങൾക്ക് എങ്ങനെ ഒരു മനസമാധാനം ഉണ്ടാവുന്നേ? വിപിൻ ആദിയോടെ വീണ്ടും ചോദിച്ചു. അച്ഛൻ നിന്നെ വിളിപ്പിച്ചത് കൊണ്ടാണോ? അനിരുദ്ധിന് അതായിരുന്നു സംശയം. ആദ്യമായി ചുമ്മുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരം കിട്ടി. പിന്നെ? അവൾക്ക് ചുറ്റിനും കൂടിയിരുന്ന 4 പേരും ഒരുപോലെ വായു തുറന്നു. മാധവ്. പല്ല് ഞെരിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് പിറുപിറുത്തു. അവനെന്താ നിന്നെ ചെയ്തേ? പങ്കുവിന് ആദിയേറി. ഇനി എന്തോന്ന് ചെയ്യാൻ? എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്തി. അത് പറയുമ്പോൾ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കയറിയിരുന്നു. എന്താടി നടന്നേ? വിവേക് പൊടുന്നനെ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾക്ക് നേരെയിരുന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സിഗ്നലിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഒന്നൊഴിയാതെ കലിപ്പോടെ അവരെ പറഞ്ഞു കേൾപ്പിച്ചവൾ. അവിചാരിതമായി നടന്ന ആക്സിഡൻറ്റും പിഴ അടച്ചതും എല്ലാം. അങ്ങേർക്ക് അഹങ്കാര, മുടിഞ്ഞ അഹങ്കാരം. 3 സ്റ്റാറുകൾ തോളെ തൂക്കിക്കൊണ്ട് നടക്കുന്നതിൻ്റെ അഹങ്കാരം. കൊടുക്കുന്നുണ്ട് ഞാൻ, കണക്ക് പറഞ്ഞ്. ദേഷ്യം നിയന്ത്രിക്കുവാൻ കഴിയാതെ പെണ്ണ് വീണ്ടും വീണ്ടും മാധവനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. ചുമ്മു. കുറേ ആയതും വിവേക് അവളെ ശാസനയോടെ തടഞ്ഞു. ഇനിയും സംസാരിക്കേണ്ട എന്ന രീതിയിൽ. എന്താ വിവേകേട്ടാ, എന്താ ഞാൻ ഇത് പറഞ്ഞതിൽ ഇത്ര കുറ്റം? അവൾക്ക് ദേഷ്യം വന്നിരുന്നു. അവനൊരു പോലീസ് ഓഫീസറാണ് ചുമ്മു. തെറ്റ് കണ്ട അവൻ ശിക്ഷിക്കും. അതിപ്പോൾ അവൻ്റെ സ്വന്തക്കാരാണെങ്കിലും ശരി, പുറത്തു നിന്നുള്ളവരാണെങ്കിലും ശരി. അതിലിപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിനക്കറിയാവുന്നല്ലേ അവൻ്റെ സ്വഭാവം? വിവേക് അവളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ വിവേകേട്ടനും അവൻ്റെ സൈഡാണല്ലേ? എനിക്ക് മനസ്സിലായി. അത്രയും നേരം കലിപ്പ് മുഖം ഇട്ടിരുന്നവൾ പെട്ടെന്ന് പരിഭവത്തോടെ മുഖം ചുളിച്ചു. എൻ്റെ പൊന്നു ചുമ്മു, നീ വെറുതെ കാര്യങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ച് കാണരുത്.
ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ശിക്ഷാർഹമാണെന്ന് നിനക്കറിയില്ലേ? അതും ആ ജംഗ്ഷനിൽ വെച്ച് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം. അവന് പകരം നീയായിരുന്നു വണ്ടിയിൽ നിന്ന് വീണെങ്കിലോ, തല പൊട്ടിയിരുന്നെങ്കിലോ? നീ എന്താ ചുമ്മാ ഇതൊന്നും ആലോചിക്കാത്തേ? വിവേക് അവളോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. എന്നാലും എന്നെ കൊണ്ട് ചാലം കെട്ടിച്ചില്ലേ, എനിക്കിതൊന്നും അത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റത്തില്ല. അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്നിട്ട് മുഖവും കൂർപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ചാടിത്തുള്ളി പുറത്തേക്കിറങ്ങി. പിന്നാലെ അവളുടെ വാലായ പങ്കുവും. ഇവർ തമ്മിലുള്ള പിണക്ക് എങ്ങനെയാ ഒന്ന് മാറ്റുന്നേ? അന്ന് ആ സംഭവം നടന്നേ പിന്നെയാ രണ്ടിൻ്റെ ഈ പിണക്കം. അവരായിട്ടൊന്നും പറഞ്ഞു തീർക്കില്ല. ദിവസം കഴിയുന്തോറും ഇവരുടെ പകയും പ്രതികാരവും ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? വിപിൻ ആലോചനയോടെ ടേബിളിന് മുകളിലിരിക്കുന്ന പേപ്പർ വെയിറ്റ് എടുത്തൊന്ന് കറക്കി വിട്ടു. ഇതിപ്പോൾ അവരുടെ ഇടയിൽ കയറിയാൽ ഉണ്ടാവുന്ന കാര്യം നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. അവർ അനിരുദ്ധ അവൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നീ? നിനക്കറിയാവുന്നല്ലേ കുഞ്ഞിലെ അവർ തമ്മിലുണ്ടായിരുന്ന ബോണ്ട്. അവരുടെ ഇടയിൽ നമുക്ക് പോലും സ്ഥാനമില്ലായിരുന്നു. ഇന്നിപ്പോൾ അവർ തന്നെയാ മുഖത്തോട് മുഖം നോക്കാത്തത്. വിപിൻ അപ്പോൾ പഴയകാല ഓർമ്മകൾ ഓർത്തെടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ശരിയാക്കാൻ ഞാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റമൂലി. വിവേക് ഊറിച്ചിരിച്ചു. എന്തു പണി? വിപിനും അനിയും ഒരുപോലെ കോറസ് പാടി. പിടിച്ച് രണ്ടിനെ അങ്ങ് കെട്ടിക്കുക, അല്ലാതെ പിന്നെ. വിവേക് അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചതും ബാക്കി രണ്ടുപേരും അവൻ്റെ കൂടെ കൂടിയിരുന്നു. ഇയാളെന്താ ഇവിടെ? ക്യാൻറ്റീനിൽ പോയി ഫുഡും കഴിച്ച് തിരികെ വരാനായി തുടങ്ങുമ്പോഴാണ് അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കണ്ട് ചുമ്പു അമ്മരുന്നത്. ആര്? അടുത്തായി നിന്ന പങ്കു അതാരെന്നറിയാൻ വേണ്ടി ചുറ്റിനും കണ്ണോടിച്ചു. എടാ അവൻ! ഇവനെ ഇന്ന് എൻ്റെ ബൈക്കിൽ കൊണ്ടുവന്ന് അവൻ്റെ വണ്ടി തട്ടിമറിച്ചത്. ക്യാൻറ്റീൻ്റെ വാതിലിന് മുൻപിലായി നിന്നുകൊണ്ട് ആരെയോ ഫോൺ വിളിക്കുന്നവനെ ചൂണ്ടിക്കാട്ടി ചുമ്മാ അവന് പറഞ്ഞു കൊടുത്തു. ഓ, ഇതാണോ ഭൈരവ്, നിന്റെ മനസ്സ് കവർന്ന പൂച്ചക്കണ്ണൻ? അവനും ഒട്ടൊരു ആശ്ചര്യത്തോടെയാണ് അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ നോക്കിയത്. അതന്നെ. പെണ്ണവനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. ഹലോ. എന്തോ ഫോണിൽ പറഞ്ഞിട്ട് തിരിഞ്ഞവൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്ന ചുമ്മൂനെ കണ്ട് പരിചയഭാവത്തിൽ കൈപൊക്കി കാട്ടി. ഹായ്. അവളും ചെക്കനെ തിരിച്ചു വിഷ് ചെയ്തു. താൻ എന്താടോ ഇവിടെ? ഭൈരവിൻ്റെ മുഖത്ത് ആശ്ചര്യം. ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ചുമ്മാ പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും കൂടാതെ തന്നെ പറഞ്ഞു. ഓ റിയലി? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ലക്ലി ഐ ഓൾസോ ജോയിൻ ഹിയർ. അവൻ അവൾക്ക് നേരെ വലത് കൈ നീട്ടി. ഹായ്, ഐ എം മാൻവിക് കൃഷ്ണ. നൈസ് ടു മീറ്റ് യു. ആദ്യം അവന് ഹസ്തദാനം നൽകിയത് പങ്കുവായിരുന്നു. ഐ എം ഭൈരവ് വർമ്മ. അവൻ മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ പേര് വേദനാരായണി. ചുമ്മു സ്വയം പരിചയപ്പെടുത്തി. വാവ്, വേദനാരായണി. വെരി യുണീക്ക് നെയിം. ഫാൻറ്റാസ്റ്റിക്. അവൻ വളരെ മനോഹരമായി പുഞ്ചിരിച്ചു. ആ പൂച്ച കണ്ണുകളപ്പോൾ വിടരുന്നത് ഒട്ടൊരത്ഭുതത്തോടെ പങ്കുവും ചുമ്മുവും നോക്കി നിന്നു. ഭൈരവ്? ആരോ പിന്നിൽ നിന്ന് വിളിച്ചപ്പോഴാണ് അവർ മൂവരും അങ്ങോട്ടേക്ക് നോക്കിയത്. വിപിനേട്ടൻ. അവനെ അവിടെ കണ്ടതും ചുമ്മുവിൻ്റെയും പങ്കുവിൻ്റെയും മുഖം ഒരുപോലെ ചുളിഞ്ഞു. ഏട്ടനെന്താ ഇവിടെ കാര്യം? അവർ രണ്ടുപേരും അപ്പോൾ ആലോചിച്ചത് അതായിരുന്നു. വിപിനേട്ടൻ ഓടി വന്ന് ഭൈരവിനെ കെട്ടിപ്പിടിച്ചു. പിന്നീട് അവർ തമ്മിൽ കുറച്ചുനേരം നിന്ന് സംസാരിക്കുന്നത് കണ്ടു, പരിചയക്കാരെ പോലെ. ആ മറന്നു, ഇതെൻ്റെ കസിൻസാണ്, മാൻവിക്കും വേദയും. വിപിൻ പെട്ടെന്ന് പങ്കുവിനെയും ചുമ്മുവിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരിചയപ്പെടുത്തി. ഞങ്ങൾ രാവിലെ തന്നെ പരിചയപ്പെട്ടതാ. ചുമ്മുവിനെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ടാണ് ഭൈരവ് അത് പറഞ്ഞത്. അതെങ്ങനെ? വിപിൻ സംശയത്തോടെ തിരക്കി. ഓ, ഞാൻ പറഞ്ഞില്ലായിരുന്നോടാ രാവിലെ ഒരു ആക്സിഡന്റ് ഉണ്ടായ കാര്യം. അത് വേദയായിരുന്നു. ഭൈരവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരി, അത് നീയായിരുന്നോ ആ പൂച്ചക്കണ്ണൻ? വിപിൻ പൊട്ടിച്ചിരിച്ചു. ചുമ്മാ ഒന്നും പറഞ്ഞില്ല. ചളിപ്പ് മുഖത്ത് കാട്ടാതെ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. ആ പിന്നെ, ഇവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇവൻ എൻ്റെ കോളേജ് ഫ്രണ്ടാണ്. പുറത്തായിരുന്നു. നാട്ടിൽ വന്ന് വെറുതെ എന്നപ്പോൾ ഞാനാ പറഞ്ഞ് നമ്മുടെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യാൻ. വിപിൻ ഭൈരവിനെ അവർക്ക് പരിചയപ്പെടുത്തി. ഞങ്ങളെന്നാ പൊയ്ക്കോട്ടെ.
കുറച്ചു നേരത്തെ സംസാരം കഴിഞ്ഞതും അവർ ചോദിച്ചു, പൊയ്ക്കോളൂ, ഇനിയും കാണാലോ. ഭൈരവ് അവർക്ക് അനുവാദം നൽകിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. ചുമ്മും പങ്കും പോകുന്നത് നോക്കി നിന്നവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. എടി, നീ എന്താ ഇവിടെ തന്നെ കുത്തിയിരിക്കുന്നേ? രാത്രിയായിട്ട് മുറിയിലേക്ക് വരാത്തവളെ കണ്ട് പങ്കു ഉറക്കം തൂങ്ങി വായ പൊളിച്ചു. വീട്ടിലെല്ലാവരും അപ്പോഴേക്കും കിടന്നുറങ്ങി കഴിഞ്ഞിരുന്നു. നീ വിട്ടോ, ഞാനിപ്പോൾ വരാം. അവൾ അവനെ നിർബന്ധിച്ച് അകത്തേക്ക് പറഞ്ഞയച്ചു. എടി, വേഗം വന്നേക്കണേടി ചുമ്മു. അതും പറഞ്ഞുകൊണ്ടാണ് ചെക്കൻ മുറിയിലേക്ക് കയറിപ്പോയത്. പങ്കു പോയി കഴിഞ്ഞതും വാച്ചിൽ സമയം നോക്കിയവൾ. 11 മണി കഴിഞ്ഞ് 45 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോഴും പെണ്ണിൻ്റെ കണ്ണുകൾ ഗേറ്റിങ്ങിലേക്ക് തന്നെയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കൂടി കഴിഞ്ഞതും മാധവിൻ്റെ വണ്ടി ഗേറ്റും കഴിഞ്ഞ് അകത്തേക്ക് കയറി വരുന്നത് അവൾ കണ്ടിരുന്നു. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും ഡ്രൈവറിനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഉമ്മറപ്പടികൾ കയറുന്നതും ഒക്കെ പെണ്ണ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ എന്താ അകത്തേക്ക് കയറുന്നില്ലേ? മുൻവാതിലിലേക്ക് കയറാനായി തുടങ്ങിയവൻ പൊടുന്നനെ അവളെ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു. ഇല്ല, ഞാനിപ്പോൾ വരുന്നില്ല. അപ്പോഴും പെണ്ണിൻ്റെ കണ്ണുകൾ ഗേറ്റിന് നേർക്കായിരുന്നു എന്ന് മാത്രം. സമയം 12 വീട്ടിൽ കയറാൻ നോക്ക്, വാതിലടയ്ക്കണം. ചെക്കൻ്റെ ശബ്ദം ഇത്തിരി കൂടി ഉച്ചത്തിലായി. ഉറക്കം വരുന്നില്ല. അവൾ അതേ ഗൗരവത്തോടെ തന്നെ മറുപടി കൊടുത്തു. മാധവ് അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ഉള്ളിലേക്ക് കയറിപ്പോയവൻ കുളി കഴിഞ്ഞ് വേഷവും മാറി ഒരു ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് ഉമ്മറത്തെ സോപാനപ്പടിയിൽ വന്ന് കയറിയിരുന്നു. ശേഷം ലാപ്പിൽ തിരക്കിട്ട പണിയിലേക്ക് കടന്നു, അപ്പുറത്തിരിക്കുന്നവളെ തൊല്ലും ഗൗനിക്കാതെ. അപ്പോൾ പാട്ട് അടുത്ത ദിവസം തരാം. എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ബൈ.